ഇല്ലാത്ത ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും ഉണ്ടാകും. യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക എന്നത് ഈ ലോകത്ത് സാധ്യമല്ലാത്ത ഒന്നാണ്. നിങ്ങൾക്കൊരു രോഗമുണ്ട് വിചാരിച്ചു നോക്കുക, നിങ്ങൾ ആ രോഗം പൂർണ്ണമായി സുഖമാകുമോ? ഇവിടെ നിങ്ങൾക്കൊരു വൈകല്യമുള്ള കുട്ടിയുണ്ട്. ഞാൻ ഈ പ്രാവശ്യം ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ അവർക്കൊരു മകളുണ്ട്. എത്ര 5 വയസ്സായ ഒരു കുട്ടി. നമ്മൾ കേട്ടാൽ ആ ഉമ്മയെ നമ്മൾ സമ്മതിക്കണം. ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഈ 5 വയസ്സായ കുട്ടിയെ കാലിൽ പരത്തി കിടത്തിയിട്ട് 3 മണിക്കൂർ സമയം വേണം ഒരു നേരത്തെ ഭക്ഷണം ആ കുട്ടിക്ക് കൊടുക്കാൻ. ഒരു സ്പൂണിൽ അല്പാൽപ്പം കൊടുത്ത് വെള്ളം കൊടുത്ത് അങ്ങനെ 3 നേരം ഭക്ഷണം കഴിക്കുമ്പോഴേക്കും 9 മണിക്കൂർ ആ സ്ത്രീക്ക് വേണം. എന്താണ് അതിനൊരു പരിഹാരം? ഒരു പരിഹാരമല്ല. മനസ്സുകൊണ്ട് വിചാരിക്കേണ്ടത് അള്ളാഹു എനിക്ക് തന്ന ഒരു പരീക്ഷണമാണ്. അതുകൊണ്ട് എനിക്ക് പരലോകത്ത് ഏറ്റവും അധികം കൂലി കിട്ടുക നിസ്കരിച്ചിട്ടല്ല, എൻ്റെ ഈ കുട്ടിനെ നോക്കുന്നതിന് മരിക്കുന്നത് വരെ ഞാൻ നോക്കിയാൽ എനിക്ക് കണക്കില്ലാത്ത പ്രതിഫലം പരലോകത്ത് കിട്ടും. അതുകൊണ്ട് ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കേണ്ട സമയമാകുമ്പോഴേക്കും പരലോകത്തേക്കുള്ള വലിയൊരു പ്രതിഫലത്തിനുള്ള ഒരുക്കം, നിസ്കരിക്കാൻ നമസ്കാര കുപ്പായം ഇടുന്നതിനേക്കാളും സന്തോഷത്തോടുകൂടെ ആ കുട്ടിയെ കാലിൽ കിടത്തും. ഇതിൻ്റെ വാക്കല്ല. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. കണക്കില്ലാത്ത കൂലി ക്ഷമക്ക് മാത്രമാണ്. ക്ഷമക്ക് മാത്രമേ കണക്കില്ലാത്ത കൂലി കൊടുക്കുള്ളൂ. നിങ്ങൾ എല്ലാവരും കേട്ടൊരു ഹദീസ് ഉണ്ടായിരിക്കും. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു സ്വർഗ്ഗക്കാരിയെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു സ്വർഗ്ഗക്കാരി. അപ്പോൾ സഹാബത്ത് വന്നു നോക്കി, സ്വർഗ്ഗക്കാരിയോ? അപ്പോൾ എന്താ സ്വർഗം കിട്ടാൻ കാരണം? ഈ സ്ത്രീ ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, നബിയെ, എനിക്ക് അപസ്മാരമാണ് അസുഖം. അപസ്മാരം. ഒരു സ്ത്രീക്ക് അപസ്മാരം ഉണ്ടായാലുള്ള അവസ്ഥ ഇത് ചിന്തിച്ചാൽ അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് വീഴും. അങ്ങനെ വീണ് കഴിഞ്ഞ് ഞാൻ ഉണരുമ്പോൾ എൻ്റെ വസ്ത്രം ദേഹത്ത് നീങ്ങിപ്പോയിട്ടുണ്ടായിരിക്കും. എത്ര സ്ഥലത്താണ് എനിക്ക് അപമാനം വരുന്നത്. അതുകൊണ്ട് നബി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. വലക്കിൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ട്. നബി അവരോട് നേർക്കുനേരെ പറഞ്ഞു, നിനക്ക് സ്വർഗമുണ്ട്. ആ സ്ത്രീയോട് റസൂലുള്ളാഹി പറയാൻ, നിനക്ക് സ്വർഗമുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നബിയെ, എങ്കിൽ എൻ്റെ അസുഖം എനിക്ക് നിലനിന്നോട്ടെ, എൻ്റെ വസ്ത്രം നീങ്ങാതിരിക്കാൻ ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. പിന്നെ ഒരിക്കലും അവൾ അപസ്മാരം കൊണ്ട് വീഴാറുണ്ട്, പക്ഷേ വസ്ത്രം നീങ്ങാറില്ല. അത് നബിൻ്റെ പ്രാർത്ഥന. അവയെക്കുറിച്ച് പിൽക്കാലത്ത് ഉമർ ഖത്താബ് പറയാണ്, ഇത് സ്വർഗത്തിന് നബി സ്വർഗമുണ്ടെന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണെന്ന്. സഹോദരിമാരെ, ആ സ്ത്രീക്ക് സ്വർഗമുണ്ട് എന്ന് ലോകത്തോട് റസൂലുള്ളാഹി പറഞ്ഞത് എന്തിനാണ്? നമുക്കെല്ലാവർക്കും വരും അതേപോലെ പ്രതിസന്ധികൾ. അത് ജീവിതത്തിൽ നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾക്കും ഇതുപോലെ ഒരു വയസ്സായ ഒരാൾ വീട്ടിലുണ്ടായ പോരെ, ഒരു പ്രായമായ ഒരാൾ വീട്ടിലുണ്ടായ പോരെ. ഒന്ന് ഭർത്താവിൻ്റെ കൂടെ ഒരു 10 മിനിറ്റ് പുറത്തിറങ്ങാനോ, നമുക്കൊന്ന് രാത്രി ശാന്തമായി ഉറങ്ങാൻ പോലും പറ്റൂല, വിളിച്ചുകൊണ്ടേയിരിക്കും, രാത്രി മുഴുവൻ ഉണർന്നിരിക്കണം. ഇതൊക്കെ മാറുമെന്ന് കാത്തിരിക്കുന്നിടത്ത പ്രശ്നം. ഇതൊക്കെ മാറും. അയാൾ മരിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ മരിച്ചു എന്ന് വരാം. അയാൾ മരിച്ചിട്ട് നമുക്ക് സ്വസ്ഥത കിട്ടുമെന്ന് വിചാരിക്കുന്നത് അർത്ഥമുള്ളത്. എന്താ പരിഹാരം? സഹോദരിമാരെ, എന്ത് പ്രതിസന്ധികളുണ്ടോ അതൊക്കെ സംതൃപ്തിയോടുകൂടെ ഉൾക്കൊള്ളുക, മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുക. അംഗവൈകല്യമുള്ള കുട്ടിയെ മറ്റു കുട്ടികളെക്കാളും നിങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുക. അത് മാത്രമേ പറ്റുള്ളൂ. നിങ്ങളുടെ ഭർത്താവിന് ചില തകരാറുകളുണ്ട്. അങ്ങനെ തകരാറുകളില്ലാത്ത ഒരു ഭർത്താവ് ലോകത്താരുമില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്തൊരു ഭർത്താവുമില്ല. വിശുദ്ധ ഖുർആൻ പറയണമെന്ന് വെച്ചാൽ എന്താണോ തകരാറുള്ളത് ആ തകരാറാണ് നിങ്ങൾക്ക് ഏറ്റവും അള്ളാഹു ഖൈർ നിശ്ചയിച്ചിരിക്കുന്നത്. നിങ്ങൾക്കുള്ള ഗുണം ആ തകരാറിലാണുള്ളത് എന്നാണ്. അതിനെ തൽക്കാലം നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ഉൾക്കൊണ്ടില്ലെങ്കിലോ ഇപ്പോൾ നമ്മുടെ ഭർത്താവ് ഒരു ദേഷ്യക്കാരനാണ്. ആ ദേഷ്യം നമ്മൾ എല്ലാ സമയത്തും ദേഷ്യപ്പെടുമ്പോഴെല്ലാം നമ്മളും അതുപോലെ പ്രതികരിക്കാൻ തുടങ്ങിയാൽ ആ സ്വഭാവം ഒരിക്കലും മാറുകയില്ലെന്ന് മാത്രമല്ല, ആ സ്വഭാവം ഉള്ളിടത്തോളം കാലം വീട്ടിലെന്നും ഫൈറ്റായിരിക്കും, എപ്പോഴും പ്രശ്നമാവില്ല. അയാൾ ദേഷ്യപ്പെടും, നമ്മൾ മറുപടി പറയും, മരിക്കുന്നത് വരെ തീരും ആ പ്രശ്നം. പക്ഷെ ആ ദേഷ്യപ്പെടുന്ന സമയത്ത് തൽക്കാലം അത് എനിക്ക് തന്ന ഭർത്താവിൽ അള്ളാഹു എനിക്ക് തന്നൊരു പരീക്ഷണം എന്ന നിലക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയാൽ ആ ദേഷ്യവും പൊട്ടിത്തെറിയും എല്ലാം വരുമ്പോഴും നമ്മുടെ മനസ്സിനോ മുഖത്തോ ഒരു ചെറിയ പ്രതിഷേധത്തിൻ്റെ വെറുപ്പ് പോലും, ഒരു ചുളിവ് പോലും വരാതെ നിൽക്കാനുള്ള ഒരു മനസ്സ് ഒരു സ്ത്രീ ഉണ്ടാക്കുന്നുവെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം. ഞാൻ വളരെ സ്നേഹത്തോടുകൂടെ ഉമ്മമാരെ നിങ്ങളോട് പറയാണ്. സാധാരണ സ്ത്രീകൾ അസുഖം വരുമ്പോൾ പറയാറുണ്ട്, എന്തെങ്കിലും ഒരു ക്യാൻസർ വരിക അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരിക എന്ന് പറയുമ്പോൾ അവർ പറയും, എനിക്ക് മരിക്കാൻ പേടില്ല, എനിക്ക് രോഗത്തിൻ്റെ വേദനകളും പേടില്ല,
പക്ഷേ എൻ്റെ കുട്ടികൾ എന്താവും, അതാണ് എൻ്റെ പ്രശ്നം. എല്ലാ ഉമ്മയും പറയാറുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനത്തെ ഒരു ചിന്ത ആത്മാർത്ഥമാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു വിവാഹമോചനത്തെ ആഗ്രഹിക്കും. കാരണം വിവാഹമോചനം നിങ്ങളുടെ കുട്ടികൾക്ക് വരുത്തുന്നത് എന്താണെന്നറിയോ? എന്താണ്? പിതാവില്ലാതെയാക്കുന്നു, അല്ലെങ്കിൽ ഉമ്മ ഇല്ലാതാക്കുന്നു. എത്ര കുട്ടികൾക്ക് വാപ്പുണ്ട്, ഉമ്മല്ല. എന്തൊരു വിഷമകരമായിരിക്കും ആ ഒരവസ്ഥ. കുട്ടികൾ ഉൾക്കൊള്ളുന്നതിൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും ഒരു കുട്ടിക്ക് വാപ്പയില്ലാതെ ഉമ്മയില്ലാതെ ജീവിക്കാൻ പറ്റും. എന്താ അറിയോ? ഇപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികൾ തൻ്റെ ഉമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഉമ്മയില്ലാത്തൊരു കുട്ടി ഇരുന്ന് ഒറ്റയ്ക്ക് കരയും. വാപ്പയില്ലാത്തൊരു കുട്ടി ഒറ്റയ്ക്കിരുന്ന് കരയും. മറ്റുള്ളവർ വാപ്പയെക്കുറിച്ച് പറയുമ്പോൾ അത്ര സഹിക്കാനാവാത്തതാണ്. പക്ഷേ ഒരു ദേഷ്യത്തിൻ്റെ പേരിൽ, തൻ്റെ ഒരു ജീവിതത്തിൻ്റെ ചെറിയൊരു സൗകര്യത്തിൻ്റെ പേരിൽ പിടിച്ച പിടിയാൽ കോടതിയിൽ പോയി ഡൈവേഴ്സ് വാങ്ങുന്ന എത്ര പുരുഷന്മാരും എത്ര സ്ത്രീകളുമുണ്ട്. അവിടെ കുട്ടികൾ വാപ്പയില്ലാതാകുന്നു, ഉമ്മയില്ലാതാകുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു, ഒരു കുട്ടി അവനെ ഗർഭത്തിലാകുന്ന സമയത്താണ് വാപ്പ മരിച്ചത്. അങ്ങനെ ആ കുട്ടി ജനിച്ചു വളർന്നു. അവൻ്റെ ഇടയ്ക്കിടയ്ക്ക് വാപ്പയെ ചോദിക്കും. എന്നോ പണ്ട് നഷ്ടപ്പെട്ടു പോയൊരു കല്യാണ ഫോട്ടോയിൽ അവൻ്റെ വാപ്പയുടെ ഫോട്ടോ ഉണ്ട്. ഉമ്മ ഒരു ദിവസം കാണിച്ചു കൊടുത്തു. ആ ഫോട്ടോ പിന്നെ അവൻ ഒരിക്കലും കയ്യിൽ വെക്കില്ല. ഒരു ദിവസം ആ ഫോട്ടോ നഷ്ടപ്പെട്ടു പോയി. അവൻ കരയാൻ തുടങ്ങി. പിന്നെ ആ ഫോട്ടോ തിരിച്ച് കിട്ടുന്നത് വരെ കരച്ചിലായിരുന്നു. പക്ഷെ അവൻ വളർന്നു വരും തോറും ഉമ്മയോ അവൻ ശല്യപ്പെടുത്തി കൊടുത്തിരുന്നു. എനിക്കെൻ്റെ വാപ്പല്ലല്ലോ, എൻ്റെ വാപ്പനെ കാണാൻ പറ്റുന്നില്ലല്ലോ. ഒരു ദിവസം അവൻ്റെ ഉമ്മ അവനോട് തുറന്നു പറഞ്ഞു. എന്താ പറഞ്ഞു തരൂ? മോനെ, വാപ്പ ഇല്ലാത്തതാണ് നിനക്ക് നല്ലത്. എന്താ? നിൻ്റെ വാപ്പയുള്ള കാലത്ത് ഒരിക്കലും എന്നെ നിൻ്റെ വാപ്പ ശ്രദ്ധിച്ചിട്ടില്ല, നോക്കിയിട്ടില്ല. നിൻ്റെ ജ്യേഷ്ഠനെയോ ഒന്നും മക്കളെന്ന നിലക്കൊന്ന് താലോലിച്ചിട്ട് പോലുമില്ല. അയാൾ ഫുള്ള് വേറെ പല കാര്യങ്ങളും തിരക്കിലായിരുന്നു. ഒരു പക്ഷേ വാപ്പയുണ്ടെങ്കിൽ നിനക്ക് വാപ്പയെ കാണാൻ ആഗ്രഹമുണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് വാപ്പയെ ഇഷ്ടപ്പെടാൻ പറ്റുന്നത് വാപ്പ ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് വാപ്പനെ നീ ഇഷ്ടപ്പെട്ടോ, വാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, വാപ്പയ്ക്ക് നന്മ വരാൻ വേണ്ടി നീ ആഗ്രഹിച്ചോ എന്ന് ആ ഉമ്മ മറുപടിയായി പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. സഹോദരിമാരെ, നിങ്ങളൊന്നും നിങ്ങളുടെ വിഷമങ്ങളെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ ശ്രമിക്കൂ. വിശുദ്ധ ഖുർആനിൽ ഈ ഒരു സൂറത്ത് മാത്രം മതി. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യന് നഷ്ടാണ്. മനുഷ്യൻ്റെ ജീവിതം വെറുതെ പോയി സഹോദരിമാർ. ആർക്കൊഴികെ? വിശ്വാസം. പരലോകത്തിലും പടച്ചോലൊക്കെ വിശ്വാസമുണ്ടോ? എന്തെങ്കിലും വല്ല നന്മയും ചെയ്തിട്ടുണ്ടോ? വതവാ സൗബിൽ ഹക്കി, ആർക്കെങ്കിലും വല്ല നല്ല കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നാലാമത് പറഞ്ഞ് വതവാ സൗബിസ് സബ്ർ, ക്ഷമ. ക്ഷമിച്ചവർക്ക് ജീവിതം കിട്ടി, ക്ഷമിക്കാത്തവർക്ക് ജീവിതം നഷ്ടമായി. എന്താ സംശയം? ഇപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് യാത്ര പോകുന്നു, ഞാൻ വീട്ടിലുണ്ടാകണമെന്നല്ലേ എൻ്റെ ഭാര്യ ആഗ്രഹിക്കുക. അപ്പം എൻ്റെ ഭാര്യയുടെ മനസ്സിൽ എന്തായിരിക്കും? എല്ലാ ദിവസവും പരിപാടി, എല്ലാ രാത്രി പരിപാടി. പക്ഷേ ചെറിയൊരു എന്തായാലും ഞാൻ പോരും, ഞാനൊരു കാര്യത്തിന് തീരുമാനിച്ചാൽ ഞാൻ പോരുമല്ലോ. അപ്പോൾ ഒരു അസംതൃപ്തി പ്രകടിപ്പിച്ചു വിചാരിച്ചു. നിങ്ങൾ അസംതൃപ്തി പ്രകടിപ്പിച്ചാൽ എന്താ ഉണ്ടാവുക? ഞാൻ ഈ വരുന്നതിനൊരു പ്രതിഫലം അവൾക്ക് ലഭിക്കാനുണ്ട്. ആ പ്രതിഫലം അവൾക്ക് നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ നിങ്ങളുടെ വാപ്പയെ നോക്കുന്നു, ഉമ്മനെ നോക്കുന്നു, പക്ഷെ ഇത് മാനസികമായൊരു വെറുപ്പോട് കൂടിയാണെങ്കിലും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെറിയ മകൻ്റെ വീട്ടിലാണ് ആരുണ്ടാവുക? ഉമ്മ ഉണ്ടാവുക. ഇവിടെ എങ്ങനെയെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ആ മരുമകൾ വിചാരിക്കുന്നത് എൻ്റെ വിധി. എന്താ എൻ്റെ വിധി? ഞാൻ ചെറിയ മകൻ്റെ ഭാര്യയായി വന്നതുകൊണ്ട് എൻ്റെ വിധി. അങ്ങനെ നോക്കും, നമുക്ക് വേണ്ടതൊക്കെ കൊടുക്കും, ഭർത്താവിൻ്റെ മാതാവിനെ ശരിക്കും നോക്കും, ആശുപത്രി കൊണ്ടുപോകും, കൈ പിടിക്കും, കഴുകി കൊടുക്കും, കുളിപ്പിച്ചു കൊടുക്കും, ഒക്കെ ചെയ്യും. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതെനിക്ക് വന്നൊരു വിധി എന്നാണെങ്കിൽ ആ സ്ത്രീൻ്റെ ജീവിതം മുഴുവൻ പോയില്ലേ സഹോദരിമാരെ? നഷ്ടപ്പെട്ടു പോയില്ലേ? ഇസ്ലാമിൽ ഇങ്ങനെ അറിയാമോ? നിസ്കരിക്കും നോമ്പുകൾക്ക് ഒരാൾ ചെയ്താൽ പോരാ, അയാൾ പറയണം എന്ത്? റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂലാ. റളീതു ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ ഞാൻ റബ്ബായി തൃപ്തിപ്പെട്ടു. അള്ളാഹു എനിക്ക് പരീക്ഷണങ്ങൾ തന്നിട്ടുണ്ട്, പ്രയാസങ്ങൾ തന്നിട്ടുണ്ട്, അനാഥത്വം തന്നിട്ടുണ്ട്, വൈദവ്യം തന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് പടച്ചോനെ ഇഷ്ടമാണ്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ഞാൻ മതമായി ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ബുദ്ധിമുട്ടി നിർബന്ധമായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടതല്ല. ഇതെനിക്കിഷ്ടമാണ്. ഈ പർദ്ദ എനിക്കിഷ്ടമാണ്, ഈ ഇസ്ലാം എനിക്കിഷ്ടമാണ്, ഈ ദീൻ എനിക്കിഷ്ടമാണ്, ഈ മര്യാദകളും അച്ചടക്കങ്ങളും എനിക്കിഷ്ടമാണ്. വബി മുഹമ്മദിൻ റസൂല, മുഹമ്മദ് നബിയെ ഞാൻ റസൂലായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. സഹോദരിമാരെ, സംതൃപ്തിപ്പെടൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു കഥ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ
കുട്ടിയാകുന്ന സമയത്ത് ഉപേക്ഷിച്ച് പോയതാണ് ഇബ്രാഹിം നബി. കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി ഒരിക്കൽ കൂടെ മക്ക സന്ദർശിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ഇസ്മായിൽ നബിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവിടെ ഇല്ല. അപ്പോൾ ഇസ്മായിൽ നബിൻ്റെ ഭാര്യയോട് വിശേഷങ്ങളെല്ലാം ചോദിച്ചു. അമ്മോശൻ വിശേഷങ്ങളൊക്കെ ചോദിച്ച സമയത്ത് ആ സ്ത്രീ പറഞ്ഞ വാക്ക് ഹദീസിൽ ഇങ്ങനെ കാണാൻ പറ്റും, നഹ്നു ബിശ്ശരിൻ, ഞങ്ങളെ കാര്യം മഹാകഷ്ടമാണ്, ഞങ്ങളെ കാര്യം മഹാകഷ്ടമാണ്. നഹ്നു ഫി ലീക്കിൻ വശിദ്ദ, ഞങ്ങൾ ഭയങ്കര കുടിസതയിലും പ്രയാസത്തിലുമാണ് ഇവിടെ ജീവിക്കുന്നത്. ഫശക്കത്ത് ഇലയിൽ കുറേ പരാതികൾ ഇങ്ങനെ ഇബ്രാഹിം നബിയോട് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി അതൊക്കെ കേട്ടുപോയി. തിരിച്ചു വന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാം വന്നപ്പോൾ ചോദിച്ചു, പറഞ്ഞു ഇങ്ങനെ ഒരാൾ വയസ്സായ ഒരാൾ വന്നിരുന്നു, അയാളുടെ രൂപങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ദാക്ക അബി, അത് എൻ്റെ വാപ്പയാണാ വന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണ് എൻ്റെ വാപ്പ നിന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ ഗയ്യിർ അത്തബത്ത, നിൻ്റെ ഈ ഉമ്മരപ്പടി ഒന്ന് മാറ്റി വെക്കണം എന്ന് ഭർത്താവിനൊന്ന് പറയണമെന്നാണ്. ഉമ്മരപ്പടി മാറ്റി വെക്കണം എന്ന് പറയണമെന്നാണ്. ഉമ്മരപ്പടി മാറ്റി വെക്കണം എന്ന വാക്കിൻ്റെ അർത്ഥം ഇസ്മായിൽ നബിക്ക് മനസ്സിലായി. ആ ഭാര്യയെ ത്വലാക്ക് ചെയ്യുകയും വേറെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു പറയും. അപ്പോൾ നമുക്ക് തോന്നുന്നു ഇത്ര നിസ്സാരമാണോ ഒരു ത്വലാക്ക് എന്ന് നിങ്ങൾക്ക് തോന്നിക്കാണും. ഒരു പക്ഷേ ആ പറഞ്ഞ വാക്കിൻ്റെ മർമ്മം നമ്മൾ മനസ്സിലാക്കണം. സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഒരു പരാതി മറ്റുള്ളവരോട് പറയാമെന്ന് പറഞ്ഞാൽ പിന്നെ ആ ബന്ധത്തിന് അവസ്ഥ അല്ലല്ലോ. അപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ കുറ്റം പറയുന്നൊരവസ്ഥ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും തമ്മിൽ എന്തില്ല, മാനസിക പൊരുത്തമില്ല. നിങ്ങൾ ഒന്നിച്ച് താമസിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ വീട്ടിലൊരാൾ വന്നാൽ എൻ്റെ ഭാര്യയ്ക്ക് എന്നെക്കുറിച്ച് അയാളോട് കുറ്റം പറയാൻ പറ്റുമെങ്കിൽ സ്വാഭാവികമായും ഞങ്ങൾ തമ്മിൽ വേർപെട്ട് കഴിഞ്ഞു. ഒരിക്കലും പറ്റൂല. സാധാരണ ആൾക്കാരെന്താ ചെയ്യാച്ചാൽ ന്യായീകരിക്കുക ചെയ്യും ഇത് തകർത്തുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ വീട്ടിലൊരാൾ വന്നാൽ എന്നെക്കുറിച്ച് എൻ്റെ ഭാര്യ പരാതി പറയുന്നുവെങ്കിൽ അവളും ഞാനും തമ്മിലുള്ള ബന്ധം തീർന്നു. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരു മാനസികമായി ഉൾക്കൊണ്ടില്ല. ആ ദുരിതങ്ങളും തൻ്റെ ഭർത്താവിൻ്റെ ജീവിത പ്രയാസങ്ങളും കാര്യങ്ങളും ഉൾക്കൊണ്ട് കൂടെ ജീവിക്കാൻ ആ ഭാര്യയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ ആ ദാമ്പത്യത്തിൽ എന്താ അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ജീവിതത്തിൻ്റെ പ്രതികൂലതകളെ, ദാമ്പത്യത്തിൻ്റെ പ്രശ്നങ്ങളെ, ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും വന്ന ബുദ്ധിമുട്ടുകളെ എല്ലാം നമ്മൾ പരസ്പരം ഉൾക്കൊള്ളാനും അത് മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് അതിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കാനും നമ്മൾ തയ്യാറാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സഹോദരിമാരെ, മൂന്നാമത്തത്, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമാവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്. അതുകൂടെ നമുക്ക് പറയാം. നിങ്ങൾക്കൊരു വലിയ ചുമതലയുണ്ട്, അത് നിങ്ങൾ നിർവഹിക്കണം. അത് പറയാൻ കാരണം എന്താ അറിയോ? ഇപ്പോൾ എനിക്കും നിങ്ങൾക്കൊക്കെ മാതാപിതാക്കളുണ്ടല്ലോ. നമുക്ക് വെറുതെ നമ്മുടെ കഴിഞ്ഞ കാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നിങ്ങൾ നിങ്ങളുടെ വാപ്പയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും പൂർണ്ണ സംതൃപ്തരാണോ ജീവിതത്തിൽ? അവർക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നമുക്ക് ചെയ്തു തന്നു എന്നാണോ നമ്മൾ വിശ്വസിക്കുന്നത്? അതോ അവർ വീഴ്ച വരുത്തി എന്ന് വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എൻ്റെ വാപ്പ ചെയ്യേണ്ട കാര്യം എൻ്റെ വാപ്പ ചെയ്തില്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു കുറവുണ്ടാവും. എൻ്റെ ഉമ്മ എനിക്ക് തരേണ്ട ഒരു കാര്യം ഉമ്മ തന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു വൈകല്യം എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്കുണ്ടാവും. അതിൽ യാതൊരു സംശയമല്ല. നമ്മുടെ ഈ കുട്ടി നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവരുടെ ജീവിതവും സ്വഭാവമൊക്കെ രൂപപ്പെട്ടു വരുന്നത് മാതാപിതാക്കളിൽ നിന്നാണ്. അതുകൊണ്ട് ഒരു നല്ല സംസ്കാരവും നല്ലൊരു ജീവിതവും വരുത്തുന്നിടത്ത് നിങ്ങൾക്ക് വലിയ പങ്ക് നിർവഹിക്കാൻ. ഞാനത് പറയുമ്പോൾ നമ്മുടെ കൂലി അതിലാണ് നിലകൊള്ളുന്നത്. ഞാനൊരു സംഭവം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ ഖൈബറിലേക്ക് നിയോഗിക്കുക. വലിയൊരു സംഭവമായിട്ട് ഹദീസിൽ പറയുന്ന സംഭവമാണ്. അപ്പോൾ നബി തലേന്ന് രാത്രി സഹാബത്തോട് പറഞ്ഞു, നാളെ എൻ്റെ റായ, ഈ പതാക നാളെ ഞാൻ ഒരാളെ കയ്യിൽ കൊടുക്കും. അപ്പോൾ സഹാബത്തൊക്കെ ആഗ്രഹിച്ചു, റസൂലുള്ള തിരഞ്ഞെടുക്കുന്ന ആ ആള് ഞാനാകണേ എന്ന് എല്ലാവരും ആഗ്രഹിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന് മാത്രമാണ് ഒരു നേതാവാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്, അന്ന് മാത്രമായിരുന്നു. ജീവിതത്തിൽ ആകെ നേതൃത്വം കിട്ടുമെന്ന് മോഹിച്ചത് അന്നാണ്. പിറ്റേന്ന് എല്ലാവരും വന്നു, എല്ലാവരും രാത്രി പ്രാർത്ഥിച്ചു, എനിക്ക് കിട്ടണേ ആ പതാക എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു. പക്ഷെ നബി സാസമ വന്നിട്ട് നബി ചോദിച്ചു, അതിന് അലി റളിയല്ലാഹു അൻഹു എവിടെയാണെന്ന് ചോദിച്ചു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് കണ്ണിന് സുഖമില്ല. അപ്പോൾ നബി സാസമ നബിൻ്റെ തുപ്പലുകൾ കണ്ണിൽ പുരട്ടി. അദ്ദേഹം പറയുന്നു, എൻ്റെ കണ്ണിൻ്റെ വേദന ആ നിമിഷം അവസാനിച്ചു.
പിന്നെ ഒരിക്കലും എനിക്ക് കണ്ണുവേദന അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ്. ഏതായിരുന്നാലും ആ പതാക അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. പതാക അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്ത് അദ്ദേഹം പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അദ്ദേഹത്തോട് പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ട് കാണും. ലഅൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഉംറിൻ നഅം. അലിയെ, നിന്റെ കൈക്ക് ഒരാൾ ഈ ഇസ്ലാമിലേക്ക് വന്നാൽ ചുവന്ന ഒട്ടകങ്ങളെക്കാളും നിനക്ക് ഉത്തമം അതാണ്. സഹോദരിമാരെ, ഒരാളെ നമ്മൾ നന്മയിലേക്കും ഹിദായത്തിലേക്കും, റജുലൻ വാഹിദൻ, ഒരൊറ്റ മനുഷ്യൻ. ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ ലോകത്ത് ഉള്ള മുസ്ലിങ്ങൾക്ക് മുഴുവനും ഹിദായത്ത് കിട്ടാൻ കാരണക്കാരൻ ആരാണ്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം നബിൻ്റെ കൂലി എത്രയും കാരം? നബിക്ക് എത്ര പ്രതിഫലം കിട്ടുക? ലോകത്ത് ഇസ്ലാമിനെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ പോലെ മഹാപണ്ഡിതന്മാർക്ക് എത്രയും കാരം പ്രതിഫലം കിട്ടുക? സഹോദരിമാരെ, സംശയിക്കേണ്ട. നിങ്ങളുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നിങ്ങൾ 100% ദീനുള്ളവരായി വളർത്തിയാൽ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ നിങ്ങളുടെ അടുക്കളയിലും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുഃഖിച്ചതും വിഷമിച്ചതും ആശങ്കപ്പെട്ടതും അവർ വരാൻ വൈകിയപ്പോൾ നിങ്ങളുടെ മനസ്സ് വേദനിച്ചതും എല്ലാം നിങ്ങൾക്ക് പരലോകത്ത് കണക്കില്ലാത്ത കൂലിയായി കിട്ടും. നിങ്ങൾ അവരെ ഡോക്ടറാക്കി എഞ്ചിനീയറാക്കി നല്ല തന്നെ, പക്ഷെ അവരങ്ങനത്തെ ഒരു ജീവിതത്തിലേക്ക് പോയി അവരതിൽ എത്ര വരുമാനത്തോടെ ജീവിച്ചാലും അതിനെന്തെങ്കിലും നിങ്ങൾക്ക് തന്നാൽ കിട്ടി. അവന് 1.5 ലക്ഷം രൂപ ശമ്പളമുണ്ട്, നിങ്ങൾക്കൊരു 5000 രൂപ തന്നാൽ കിട്ടി. നിങ്ങളെ ഗൾഫിലേക്ക് ഒരു വിസിറ്റിന് കൊണ്ടുപോയാൽ അത് കിട്ടി, ഒരു ഉംറ കിട്ടിയാൽ കിട്ടി. പക്ഷെ അവന് ദീനുണ്ടോ അതിൻ്റെ ഒരു പങ്ക് നമുക്ക് എന്തായാലും കിട്ടും. നമ്മൾ ഒരല്പം ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. കാരണം എന്താ, ഇപ്പോൾ ഈ അടുത്ത ദിവസം ഞാൻ കേട്ടത് ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ്. ഒരു കുടുംബം ഒന്നിച്ചാണ് ഒരു സ്ഥലത്ത് താമസിക്കുന്നത്. അതിൽ ഒരു കുട്ടിക്ക് എവിടെ നിന്നോ കുറച്ച് ലഹരി പദാർത്ഥം കിട്ടി. അവനത് അവൻ്റെ അനുജന്മാർക്ക് മുഴുവൻ കൊടുത്തു. അവസാനം ഇത് കിട്ടാത്ത അവസ്ഥ വന്നപ്പോൾ ഇവന് ഭ്രാന്ത് പോലെയായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തപ്പോൾ അവൻ സുഖമായപ്പോൾ പറഞ്ഞു, ഞാനിത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം കുട്ടികളെ വിളിച്ചപ്പോൾ എല്ലാവരും അതിൻ്റെ അടിമയായിരിക്കുകയാണ്. സഹോദരിമാരെ, നഷ്ടപ്പെട്ടു പോയി നമ്മൾ കുട്ടി. നിങ്ങൾ ഈ സ്കൂളിലും പ്ലസ് ടുവിലൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോയി വരുമ്പോഴുള്ള പോലെ അല്ല സത്യത്തിൽ. എന്ത് തരെങ്കിൽ കുറച്ച് സ്വന്തമായിട്ടൊരു കോളേജിലേക്ക് എത്താൻ തുടങ്ങുമ്പോൾ അവരെ മനസ്സിൽ നല്ല ഇസ്ലാമിക ബോധം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവർ കൈവിട്ടു പോകുമെന്ന് ഉറപ്പാണ്. കാരണം നമ്മളായിട്ട് പലപ്പോഴും നല്ല ബന്ധത്തിലുണ്ടായിരുന്ന പല കുട്ടികളും പിന്നീട് വളരെ മോശമായ അവസ്ഥയിൽ നമ്മൾ കാണേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവർക്ക് ദീനിയായ നിലക്കുള്ള ഒരു നല്ല വിശ്വാസവും നല്ലൊരു അവസ്ഥയും ഉണ്ടാക്കി കൊടുക്കണം. അതിനെന്താ പരിഹാരമാർഗം? അതിന് പരിഹാരമാർഗം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ 6000 ചില്ലാനം വചനങ്ങളുണ്ട്. അതേപോലെ തന്നെ പിന്നെ 114 അധ്യായങ്ങളുണ്ട്. ഇതിൻ്റെ വിശ്വാസം ഒരു ഹൃദയത്തിൽ കടന്നാൽ നമ്മളെക്കാളും ഉഷാറാവും നമ്മുടെ കുട്ടികൾ. നമ്മളെക്കാളും ഉഷാറായിരിക്കും നമ്മുടെ കുട്ടികൾ, സംശയം വേണ്ട. നിങ്ങൾക്ക് ദീനിൻ്റെ കാര്യങ്ങളിൽ ഒരു മാർഗനിർദ്ദേശം നൽകാൻ മാത്രം നിങ്ങളുടെ കുട്ടികൾ ഉയർന്നു വരും. നമ്മളൊക്കെ CRE ക്ലാസ്സുകളിലും ക്യാമ്പസുകളൊക്കെ കാണുന്ന കുട്ടികളെ കാണുമ്പോൾ നമുക്കെന്നെ അത്ഭുതം തോന്നും. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഒരു പയ്യൻ അവൻ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അവൻ പറഞ്ഞു, 2 പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ എന്തെങ്കിലും ഉപദേശം തന്നില്ലെങ്കിൽ എൻ്റെ മാനസിക നില തെറ്റിപ്പോവും. ഒന്നെന്തായിരുന്നു വെച്ചാൽ അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നും, ഞാൻ മരിക്കുമോ എന്നിങ്ങനെ തോന്നും. അവൻ്റെ മനസ്സിൽ തോന്നും. രണ്ടാമത്തെ ഒരു തോന്നൽ എന്താ വെച്ചാൽ, രണ്ടാമത്തെ പ്രശ്നം, അവൻ അവിടുന്ന് ഇവിടുന്നൊക്കെ ദീനിയായ കാര്യങ്ങൾ കേട്ടപ്പോൾ അതനുസരിച്ച് ജീവിക്കണമെന്നൊരു ഭയങ്കര ആഗ്രഹം അവൻ്റെ മനസ്സിൽ. അപ്പോൾ അവൻ സ്വാഭാവികമായി അവൻ മനസ്സിലാക്കി നെരിയാണിക്ക് താഴെ വസ്ത്രം പോവുകയാണെങ്കിൽ ആ ഭാഗം നരകത്തിലാണെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ അവൻ്റെ പാൻസ് മുഴുവൻ എടുത്തിട്ട് എന്ത് ചെയ്തു, ആ നെരിയാണിക്ക് താഴെയുള്ള ഭാഗം കട്ട് ചെയ്ത് അടിച്ചു കൊണ്ടുവന്നു. അതേമാതിരി തന്നെ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ഷേവായി നടക്കുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരങ്ങൾക്ക് അത്ര നിരക്കാത്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ, അത് ചെറിയ പ്രായക്കാരനാണ്, താടി ചെറുതായിട്ട് അങ്ങനെ ഷേവ് ചെയ്യുന്നില്ല എന്ന് മാത്രം. ഒരു താടി ഒന്ന് അവൻ്റെ മുഖത്തുണ്ട്, അടുത്ത് വന്ന് നിൽക്കുമ്പോൾ കാണുകയെന്നല്ലാതെ കാണൂല. ഇത്ര ചെയ്തുള്ളൂ. നമസ്കാരത്തിന് കൃത്യം ഭാഗം കൊടുത്താൽ പള്ളിയിൽ പോവും. പക്ഷേ അവൻ്റെ വാപ്പക്കും ഉമ്മക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കളിയാക്കും. ചോദിക്കും, ഇതെന്താനും എൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ലടോ, എന്താ എൻ്റെ കോലം, എന്താ എൻ്റെ പാൻസിൻ്റെ ഒരു കോലം. ഇതെപ്പോഴും വാപ്പയും ഉമ്മയും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഇവനിത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വാപ്പയും ഉമ്മയും എതിര്. അവൻ എന്ത് ചെയ്യും? ഭയങ്കര പ്രതിസന്ധിയല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സമയം വന്നപ്പോൾ അവന് ഭയങ്കര മാനസിക സംഘർഷമായി. കാരണം പാൻസ് ഇറക്കാനും വയ്യ, എന്നാൽ വാപ്പനെയും ഉമ്മനെയും ഒഴിവാക്കാനും വയ്യ. മനസ്സാകെ പ്രയാസപ്പെട്ടു. കാരണം അത്ര ഇഷ്ടം വാപ്പനോടും ഉമ്മനോടും പ്രയാസമായി പോയി.
യഥാർത്ഥത്തിൽ ഞാൻ പല കാര്യങ്ങളും അവന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. അവൻ പറഞ്ഞു, എന്തായാലും ഇനി വാപ്പയും ഉമ്മയും എന്ത് ചെയ്താലും ഞാനിതൊന്ന് മാറാൻ റെഡിയാണ്. എനിക്ക് വാപ്പൻ്റെയും ഉമ്മൻ്റെയും വെറുപ്പില്ലാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊന്ന് പറഞ്ഞു തരണമെന്നാണ് ആ പയ്യൻ ആവശ്യപ്പെടുന്നത്. സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾ ഒന്നിച്ച് നമ്മുടെ മക്കൾക്ക് ഒരു നല്ല ദീനിയായ ബോധവും ഒരു കാഴ്ചപ്പാടും നമ്മൾ നൽകുമ്പോൾ ആ മാറ്റങ്ങൾ നമുക്കുണ്ടാവും. എല്ലാറ്റിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അങ്ങനത്തെ ഒരു ബോധം നമ്മൾ നൽകുന്നത്. അപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താ വെച്ചാൽ, പൊതുവെ കുട്ടികളുമായുള്ള നമ്മുടെ ഇടപെടലുകളിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. വലിയ പ്രശ്നം. ഇപ്പോൾ ഞാൻ ഒരു ഊഹം പറഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടിലാണ് ഇവിടുത്തെ അവസ്ഥ എനിക്കറിയില്ല. ഇവിടുത്തെ വീടിൻ്റെ അവസ്ഥകളിൽ ഞങ്ങളുടെ നാടിൽ നിന്ന് ഇപ്പോൾ ഭയങ്കര വ്യത്യസ്തമായിരിക്കും. പക്ഷേ എങ്കിലും ഞാൻ പറയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏറ്റവും മുതിർന്ന കുട്ടി പെൺകുട്ടിയാണോ, മുതിർന്ന കുട്ടി പെൺകുട്ടിയാണോ എങ്കിൽ ആ ഉമ്മയും ആ മകളും തമ്മിൽ ഒരു ചെറിയ പ്രശ്നം വീടുകളിൽ നിലനിൽക്കുന്നു. ഞങ്ങളുടെ നാടുകളിലൊക്കെ വ്യാപകമായി കാണുന്നു എപ്പോഴും പ്രശ്നം. ആ പ്രശ്നത്തിൻ്റെ പേരിൽ ധാരാളം പ്രയാസങ്ങൾ വീട്ടിലുണ്ടാവും. തിരിച്ചാണ് വേണ്ടത് തിരിച്ചാണ്. കാരണം ഒരു ഉമ്മക്ക് എപ്പോഴും മുതിർന്നു വരുമ്പോൾ പരസ്പരം മാനസികമായി പങ്കുവെക്കാൻ ഏറ്റവും നല്ലത് ആരാണ്? മുതിർന്നൊരു പെൺകുട്ടിയാണ് നല്ലത്. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇതിൻ്റെ കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം എന്താ വെച്ചാൽ, സാധാരണഗതിയിൽ ആളുകൾ പറയുന്നത് ഒരു 7 വയസ്സ് ആകുന്നത് വരെ നമുക്ക് കുട്ടികളെ എങ്ങനെ സ്നേഹിക്കാം. നമ്മളവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കൂടെ നടത്തി തോളിൽ വെച്ച് ഒപ്പം കെട്ടിപ്പിടിച്ച് കടന്ന് എത്ര സ്നേഹിച്ചാലും ആ സ്നേഹം കൊണ്ടൊരു ദോഷവും വരില്ല. മനസ്സിലായി? പക്ഷെ ഒരു 7 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ സ്നേഹത്തോടെ പറഞ്ഞു തുടങ്ങണം. പറഞ്ഞിങ്ങനെ കൊടുക്കണം. നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിക്കാൻ പറയണം, അങ്ങനെ പറയണം. ഒരു 12 വയസ്സ് വരെ നിങ്ങൾക്കത് തുടരാം. ഒരു 12 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അനുജത്തിയോട് എങ്ങനെ പെരുമാറുക. നിങ്ങൾക്കൊരു അനുജത്തി ഉണ്ടാവുള്ളൂ, എങ്ങനെ പെരുമാറുക. നിങ്ങളുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയോട് നിങ്ങൾ എങ്ങനെ പെരുമാറുക. നിങ്ങളുടെ ഭർത്താവിൻ്റെ അനുജൻ്റെ ഭാര്യയോട് നിങ്ങൾ എങ്ങനെയാണ് പറയുക. നിങ്ങളുടെ അയൽപക്കത്ത് നിങ്ങളുടെ പ്രായമുള്ള ഒരു സ്ത്രീയോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുക. അതേപോലെ മക്കളോട് പെരുമാറണം. അതേപോലെ മക്കൾ ഫ്രണ്ട്സ് നമുക്ക് പറയാം, സുഹൃത്തുക്കളെ പോലെ പെരുമാറണം. പല ഉമ്മമാർക്കും അത് പറ്റുന്നില്ല. സുഹൃത്താവുക എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാ രഹസ്യങ്ങളും അവിടെ പറയണമെന്നല്ല ഇതിന്. നിങ്ങളെല്ലാ രഹസ്യങ്ങളും പറയണം. മറിച്ചെന്തറിയും, സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ അതിലൊരു റെസ്പെക്റ്റ് ഉണ്ടാവും, ഒരു ബഹുമാനം ഉണ്ടാവും, ഒരു ആദരവുണ്ടാവും. ഈ ഒരു ആദരവോട് കൂടെ പെരുമാറുമ്പോൾ ഒരു കുഴപ്പവും അതുകൊണ്ട് പറ്റില്ല. അങ്ങനെ വരുമ്പോൾ എന്തറിയോ, നിങ്ങളുടെ മകൾ എല്ലാം ഒരു സുഹൃത്തിനോട് ആലോചിക്കുന്ന പോലെ നിങ്ങളോട് ആലോചിക്കും. കോളേജിലെയും സ്കൂളിലെയും എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് എന്തും അവരെ പഠിപ്പിക്കാൻ പറ്റും, എന്തും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന നേരെ വിപരീതമാണ്. എന്തറിയും, 12 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉമ്മാർക്ക് മക്കളെക്കുറിച്ച് ബേജാറ് തുടങ്ങും. ഒരു ബേജാറ്, ഇവളെ ഏതെങ്കിലും വല്ല ആൺകുട്ടിയായിട്ടും വല്ല കണക്ഷൻ ഉണ്ടാക്കുമോ, ഒന്നാമത്തെ ബേജാറ് അതാണ്. അവിടെ ഫോൺ നോക്കാൻ തുടങ്ങും, അവിടെ സ്കൂളിലെ കുട്ടികളെ അന്വേഷിക്കാൻ തുടങ്ങും. ഓരോ വിഷയങ്ങളും ഒരു ഫോൺ വരുമ്പോൾ അവിടുത്തെ എങ്ങനെ ആരോട് സംസാരിക്കാൻ നോക്കാൻ സംശയം